സാഹസം, ഏത് മൂഡ് തെങ്ങ് മൂഡ്, ഏത് മൂഡ് ഒലക്കട മൂഡ്. സോ ഈ സിനിമയുടെ പേര് അറിയില്ലെങ്കിലും ഈ പാട്ട് എല്ലാവർക്കും അറിയാം. അത്രയ്ക്ക് ഈ സിനിമയെ വൈറലാക്കാൻ ഈ പാട്ട് സഹായിച്ചിട്ടുണ്ട്. ഇത് ഇറങ്ങിയ സമയം തൊട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു പാട്ടായിരുന്നു. സോ സിനിമയുടെ കാര്യം ഞാൻ പറയാം. സോ ഈ സിനിമയ്ക്ക് വൺ കാസ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലെ സ്ട്രീമിനെ മറ്റേ നമ്മളെ കരിമീൻ ഉണ്ട്, ഫിഷ് ഉണ്ട്, കൈച്ചോള് പറയണ പോലെ ബൈജു ചേട്ടൻ ഉണ്ട്, ബാബു ആന്റണി ഉണ്ട്, അജു വർഗീസ് ഉണ്ട്, റംസാൻ ഉണ്ട്, ഗൗരി ജി കിഷൻ ഉണ്ട്, നറൈൻ ഉണ്ട്. അങ്ങനെ വൻ കാസ്റ്റുള്ള പടം. അബ്സല്യൂട്ട് മാഡ്നസ്, ഫൺ ലോഡഡ്, ലാഫ്റ്റർ ആയിട്ട് ചിരിക്കാൻ പറ്റുന്നൊക്കെയാണ് പറയണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടൊരു പടമായിട്ടാണ് തോന്നി. ഇപ്പൊ കുറെ പേര് വന്നിട്ട് വ്യത്യസ്തനാവാൻ നോക്കുകയാണ്, കാര്യസ്ഥനാവാൻ നോക്കുകയാണ് എന്നൊക്കെ പറയും. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒപ്പീനിയൻസ് ആർ ലൈക്ക് ആസോൾസ്, എവറിബഡി ഹാസ് വൺ. എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നിയത്. അബ്സല്യൂട്ട് ബോറിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. സോ യൂഷ്വൽ സീരിയൽ ടെംപ്ലേറ്റ് ഇല്ലേ, അതായത് നായികയെ ഭയങ്കര ഇഷ്ടമാണ്, നായികയുടെ വീട്ടുകാർക്ക് നായകനെ ഇഷ്ടമല്ല, നായികയ്ക്ക് വേണ്ടി പെണ്ണിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന നായകൻ, അതാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. അതിന് പാരലായിട്ട് കുറെ ഇൻസിഡൻസ് നടക്കുന്നുണ്ട്. സോ ഈ സിനിമയിൽ ഏറ്റവും വെറുപ്പിക്കല് ഈ റൊമാൻസ് തന്നെയായിരുന്നു, റംസാന്റെയും ഗൗരി ജി കിഷന്റെയും റൊമാൻസ്. സോ ഗൗരി ജി കിഷൻ 96 നമ്മുടെ തൃശയുടെ യങ്ങർ വേർഷൻ ചെയ്ത ആളാണ്. ആ ഒരു സിനിമയിൽ മാത്രമാണ് ആ കൊച്ചൊന്ന് മര്യാദയ്ക്ക് പെർഫോം ചെയ്തായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ പടങ്ങളിലും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. ഈ തണ്ണിക്കാൻ പൊട വന്ന പോലെ ഇടവേള ബാബുവിനെ പോലെ ഒരു സീനിൽ തല കാണിക്കും പോവും, ഒരു സീനിൽ തല കാണിക്കും പോവും. അത് തന്നെയാണ് ഈ സിനിമയിലും ഉള്ളത്. ആൻഡ് ഇവരെ റൊമാൻസ്